വെൽക്കം. TRP റെഡ് അലേർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ചൂടുള്ള വാർത്ത. ചൂടുള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എല്ലാ തരത്തിലും എല്ലാ ഭാഗത്തേക്കുമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് റോഡ്രി ടു ബാർസലോണ. ഹിയർ വി ഗോ. സ്പെയിന് വേൾഡ് കപ്പ് അടിച്ച് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ന്യൂസ് വന്നു. ആദ്യം മാർസ റിപ്പോർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് മൊറേറ്റോ റിപ്പോർട്ട് ചെയ്തു. പേഴ്സണൽ ടേംസ് അഗ്രീഡ് വിത്ത് റയൽ മാഡ്രിഡുമായിട്ട് ഒരു പ്ലെയർ പേഴ്സണൽ ടേം അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ 99% ഇല്ലെങ്കിൽ 100% എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ദ പ്ലെയർ എൻഡ്സ് അപ്പ് ദേർ. അങ്ങനെയുള്ളൊരു പ്ലെയർ, അതായത് മെഡ്രിഡ് എന്ന ക്ലബുമായിട്ട് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തൊരു പ്ലെയറിനെ ബാർസലോണ റാഞ്ചി കൊണ്ടുപോകുന്നു. പ്ലെയറിന്റെ കാലിബർ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുന്നേ ആ ഒരു സെറ്റ് ഓഫ് ഇവന്റ്സ് അത് തന്നെ മതിയാവും ബാർസലോണ ഫാൻസിന്. ഇപ്പം ഒരുവിധം എല്ലാ ബാർസലോണ ഫാൻസിനും ആക്ച്വലി ആഘോഷിക്കാൻ. റയൽ മാഡ്രിഡ് വേണമെന്ന് പറഞ്ഞ ഒരു പ്ലെയർ മാഡ്രിഡിനോട് പോയിട്ട് എനിക്ക് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ അവ കളിക്കാൻ പോകുന്നത് ബാർസയിൽ. ഒരു മാസം അല്ലെങ്കിൽ അരമാസത്തിന്റെ ഗ്യാപ്പിൽ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. പക്ഷെ ഇതില് റോഡ്രി 2024 ബാലൻ ഡിയോർ വിന്നർ, 2026 ഫിഫ വേൾഡ് കപ്പ് ചാമ്പ്യൻ, ക്യാപ്റ്റൻ ഓഫ് ദ ടീം, 2026 മിക്കവാറും ബാലൻ ഡിയോറും അടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്ലെയർ. ഇങ്ങനെയുള്ള ഒരു പ്ലെയർ എന്തുകൊണ്ട് സിറ്റി വിടുന്നു? അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. പെപ് ഗാർഡിയോള എന്നൊരു മാനേജർ, പെപ് ഗാർഡിയോള അവിടെ നിന്ന് പോകുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ KDB ഓൾറെഡി പോയി, സിൽവ പോയി, സ്റ്റോൺസ് പോയി, കൂടെ കളിച്ച റേഞ്ചേഴ്സ് പോയി. ആ ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് വേൾഡ് കപ്പുമായിട്ട് തിരിച്ചു വരുമ്പോൾ റോഡ്രി കാണുന്നത് എനിക്ക് പരിചയമില്ലാത്ത എന്നുള്ളതല്ല, എല്ലാം പുതുമുഖങ്ങളാണ്. പുതിയൊരു മാനേജർ, പുതിയൊരു സ്ക്വാഡ്. ഇനി ഞാൻ ഒരു ഒറ്റപ്പെട്ടൊരു ഫീൽ, അതായത് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ, എനിക്ക് ചുറ്റുമാണോ ഈ സ്ക്വാഡ് എന്നുള്ളതിൽ മാറി നിന്നിട്ടൊക്കെ 30 വയസ്സായി, എനിക്ക് കോൺട്രാക്ട് നെഗോസിയേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ആക്റ്റീവ്ലി ഞാനാണ് ഇവിടുത്തെ മെയിൻ എന്ന രീതിയിൽ ഒരു കോൺട്രാക്ട് എനിക്ക് തരാനുള്ള സാധനമില്ല. ആ ഒരു തോന്നൽ. പിന്നെ അതിന് വേറൊരു ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ജയിക്കാനുള്ളതെല്ലാം ജയിച്ചു. സിറ്റിയിൽ വന്നു, സിറ്റിക്ക് ചാമ്പ്യൻസ് ലീഗ് ഉണ്ടായിരുന്നില്ല, അടിച്ചു കൊടുത്തു. സിറ്റി എന്താ പറയാ, ട്രബിൾ വിന്നിങ് റണ്ണ് വേണം, ചെയ്തു. എനിക്കിനി ഇവിടെ ഒന്നും ചെയ്യാനില്ല. എനിക്ക് കളിക്കേണ്ടതെല്ലാം കളിച്ചു, ജയിക്കേണ്ടതെല്ലാം ജയിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ജനിച്ച നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഓക്കെ, അത് ആ ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കണം മെഡ്രിഡ് ആദ്യം മൊറീഞ്ഞോ വന്നു. മൊറീഞ്ഞോനെ സംബന്ധിച്ചോളം മൊറീഞ്ഞോന് ഇന്നേ വരെയുള്ള എല്ലാ ക്ലബ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും മൊറീഞ്ഞോക്ക് വേണം ഒരു DM. ആ ഒരു DM ആണ് അവരുടെ മെയിൻ. മൊറീഞ്ഞോ ചുറ്റും നോക്കുമ്പോൾ റോഡ്രി ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഇപ്പം വേൾഡ് കപ്പ് കൂടി അടിച്ചു നിൽക്കുന്ന സമയമാണ്. ഓക്കെ, റോഡ്രിനെ വിളിക്കുന്നു, റോഡ്രി ഓക്കെ പറയുന്നു. ആ ഒരു സിറ്റുവേഷൻ നിന്ന്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഞാൻ ഇവിടെ എന്താ പറയുക, സിറ്റി വിടുന്നത് തന്നെ അവിടെ റീബിൽഡിംഗ് ആണ്. പക്ഷെ മാഡ്രിഡിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെയും റീബിൽഡിംഗ് തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ബാർസയിലേക്ക് പോയിക്കൂടാ? വേൾഡ് കപ്പ് ജയിച്ച 8 പ്ലേയേഴ്സ് ഉള്ള ഒരു ടീം. അത് ഞാൻ ഈ വേൾഡ് കപ്പ് കളിച്ച സ്പെയിനിൽ എത്രത്തോളം ഈസി ആയിട്ട്, എത്രത്തോളം സിങ്ക് ആയിട്ട് കളിച്ച ടീം, അത് അങ്ങനെ തന്നെ കൊണ്ടുവെക്കുന്ന ഒരു ബാർസ ടീമിലേക്ക് അവർക്ക് തന്നെ ആവശ്യമുണ്ട്. എനിക്ക് എന്റെ സ്റ്റൈലിൽ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, ഒരു ടീം. സോ ആ ഒരു ആസ്പെക്റ്റും കൂടി നോക്കുമ്പോൾ അവനും വിചാരിച്ചിട്ടുണ്ടാവും, ഓക്കെ എന്നാ പിന്നെ ബാർസയിലേക്ക് പോകുന്നല്ലോ നല്ലത്. പിന്നെ ഇതില് റയലിനെ സംബന്ധിച്ചോളം ഇതൊരു മിസ് ചാൻസ് ആണ്. ആ മിസ്ഡ് ചാൻസ്, അതിൽ ഇതൊരു എന്റെ ഒരു തിയറി മാത്രം ആയിട്ട് പറയുന്നതാണ്, ഒരു ഈഗോ ക്ലാഷ് റോഡ്രി ആയിട്ടല്ല, പെറസിന്റെ ഈഗോ കാരണം ആവാം ഈ ഒരു സാധനം ഡിലേ ആയതും.
പിന്നെ സിറ്റി പറഞ്ഞു എനിക്ക് 60 മില്യൺ 65 മില്യൺ അല്ലെ 65 മില്യൺ മിനിമം 65 മില്യൺ യൂറോ ആണ് മിനിമം വേണം എന്ന് പറയുന്നു. പെറസ് പോയിട്ട് നോക്കുന്നു 30 വയസ്സായി, ACL ഉണ്ട്, ഹാംസ്ട്രിങ് പ്രശ്നമുണ്ട്, ഒരു 1 ഇയർ കോൺട്രാക്ട്, ലാസ്റ്റ് ഇയർ കോൺട്രാക്റ്റിലാണല്ലോ. അങ്ങനെയുള്ള ഒരു പ്ലെയറിന് ഞാൻ എന്തിനു കൊടുക്കണം 60 മില്യൺ എന്നുള്ള തോട്ട് പ്രോസസ്സും കൂടി ആവാം. അവിടെയാണ് ഇവര് ഓക്കെ ഒന്ന് ബാക്കോട്ട് വെക്കാം, നോക്കട്ടെ സിറ്റി കുറച്ചും കൂടി കുറയ്ക്കായിരിക്കും എന്നുള്ളത്. അപ്പം ബാർസ വന്നു, ബാർസയും ആദ്യം അതേ ടാക്ടിക്സ് ട്രൈ ചെയ്ത് നോക്കി. ആദ്യം പ്ലെയറോട് സംസാരിച്ചു, പ്ലെയർ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 40 മില്യൺ ബിഡിങ് അതിനിട്ട് റിജക്ട് ചെയ്തു. വീണ്ടും ഒരു 50 മില്യൺ ബിഡ് ഇട്ടു, അതും റിജക്ട് ചെയ്തു. സിറ്റി പറഞ്ഞു ഞമ്മക്ക് പ്രശ്നമൊന്നുമില്ല, പണമല്ല ഇവിടെ ഒരു ഇഷ്യൂ, അവനിവിടെ നിൽക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് അടുത്ത സീസണിൽ പോകണമെങ്കിൽ പോയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ കിട്ടണമെന്നുണ്ടെങ്കിൽ 65 മില്യൺ തന്നേ പറ്റൂ. 65 മില്യൺ ഗ്യാരണ്ടീഡ് തരണം, ബാക്കി ബോണസ്. ആ ബോണസിൽ ഒരു 5 മില്യൺ ഈസിലി അവൈലബിൾ ബോണസ് ആണെന്നാണ് ഇതുവരെ കണ്ട റിപ്പോർട്ടുകളെല്ലാം. പിന്നെ അങ്ങോട്ട് കുറച്ച് എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം കിട്ടിക്കോട്ടെ എന്ന രീതിയിലുള്ള ബാക്കി ബോണസുകൾ. സോ ആ ഒരു ഡീൽ ആണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ഇപ്പം ആസ് ഓഫ് നൗ കേൾക്കുന്നുള്ളത് അവന് 4 ഇയർ കോൺട്രാക്ട് ആണ് കൊടുക്കുന്നത്. സിറ്റിനെ സംബന്ധിച്ചോളം അവരുടെ റീബിൽഡിങ് പ്രോസസ്സിൽ നടക്കുമ്പോൾ അവിടെയും 4 ഇയർ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ 34 വയസ്സാവും. 34 വയസ്സ്, അതായത് ACL കഴിഞ്ഞ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന 34 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ലെഗ്സ് പോവും. 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും തട്ടേണ്ട ഒരു ഗതി വരുമായിരിക്കും പ്രീമിയർ ലീഗിന്റെ ഫിസിക്കാലിറ്റി വെച്ചിട്ട്. സോ അങ്ങനെയുള്ള ഒരു പ്ലെയറിന് എത്രത്തോളം നല്ലതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും 60 മില്യൺ കിട്ടുന്നുണ്ടല്ലോ. സോ വൈ നോട്ട് ട്രൈ ഇറ്റ്? നമുക്ക് അവർക്ക് റീബിൽഡിങ് കൂടിയാവും. ഇതിൽ ബാർസയുടെ ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാർസ നമ്മളിപ്പോ പറഞ്ഞ പോലെ വേൾഡ് കപ്പ് വിന്നിംഗ് ടൈമിൽ റയൽ മാഡ്രിഡ് പോയിട്ട് അഗ്രിമെന്റ് ചെയ്യുമ്പോഴും ബാർസയുടെ മനസ്സിൽ അവർക്ക് ഒരു ഫ്രാങ്കി ഡിയോങ് അവരുടെ കയ്യിലുണ്ട്. നോട്ട് അപ് ടു സ്റ്റാൻഡേർഡ് ഓഫ് റോഡ്രി, ബട്ട് സ്റ്റിൽ ഗ്രേറ്റ് പ്ലെയർ. അത് കഴിഞ്ഞിട്ടാണ് ലിഗമെന്റ് ഇഞ്ചുറിയുടെ ന്യൂസ് വരുന്നത്. വേൾഡ് കപ്പ് ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായിരുന്നു, അത് മേജർ അല്ല എന്നാണ് ഇതുവരെയുള്ള എല്ലാ റിപ്പോർട്ടും. അതിന് റോഡ്രിനെ സൈൻ ചെയ്ത് കഴിയുന്നവരെ അത് ന്യൂസ് അങ്ങനെ വെച്ചതാണോ എന്നുള്ളതും കൂടി ഇനി വരും ആഴ്ചകളിൽ നമുക്ക് കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ട് റിപ്പോർട്ട് കിട്ടും. സോ ലിഗമെന്റ് ഇഞ്ചുറി വരുന്ന ഫ്രാങ്കി ഡിയോങ്ങിന് ബാർസ സജസ്റ്റ് ചെയ്യുന്നത്, റിപ്പോർട്ട്സ് പ്രകാരം സജസ്റ്റ് ചെയ്യുന്നത് സർജറി ചെയ്യണം എന്നുള്ളത്. ഫ്രാങ്കി ഡിയോങ് പറയുന്നത് സർജറിന്റെ ആവശ്യമില്ല, ഇതൊരു കുറച്ചൊരു ഫിസിക്കൽ എന്താ പറയാ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് സെറ്റായിട്ട് തിരിച്ചു വരുന്നുള്ളത്. അപ്പൊ ആ ഒരു റിസ്ക് എടുക്കണോ, അല്ലെങ്കിൽ ഒരു 60 മില്യൺ കൊടുത്താൽ യു ഗെറ്റ് എ റോഡ്രി, യു ഗെറ്റ് എ സ്പാനിഷ് ക്യാപ്റ്റൻ, ആൻഡ് വെൻ ഹീസ് ഓൺ സോങ് ഗ്രേറ്റ് പ്ലെയർ, റൈറ്റ്? ഒരു പുതിയൊരു പ്ലെയർ വന്നു അല്ലെങ്കിൽ സിങ്ക് ആവണം എന്നുള്ള ഒരു പ്രശ്നം വരുന്നില്ല. കാരണം വേൾഡ് കപ്പ് കളിച്ച ആ ടീം അങ്ങനെ തന്നെ കൊണ്ടുവരുന്നുണ്ടോ, അതിന്റെ ചുക്കാൻ പിടിച്ച് റോഡ്രി നടക്ക്. ഇറ്റ് വുഡ് ബി ഈസിയർ, ഇന്റഗ്രേഷൻ അടക്കം എല്ലാം ഈസിയർ ആയിരിക്കും. ആ ഒരു ആസ്പെക്റ്റും കൂടി നോക്കുമ്പോൾ ഇറ്റ്സ് എ നോ ബ്രെയിനർ. യു ഓൾറെഡി ഗെറ്റ് എ ക്യാപ്റ്റൻ. അവരുടെ ഒരു ക്യാപ്റ്റൻ അറാഹോ ലിവർപൂളിലേക്ക് പോയി. സോ യു ഗെറ്റ് എ റെഡിമെയ്ഡ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ആവുമോ എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ടുള്ള ആ ഒരു ആളെ കിട്ടും. ആൻഡ് എല്ലാം കൊണ്ടും ബാർസക്ക്, ഈവൻ സിറ്റിയെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ ഗ്രേറ്റ് ഡീൽ. ലാസ്റ്റ് ഇയർ ഓഫ് കോൺട്രാക്റ്റിലുള്ള റിന്യൂവൽ താല്പര്യം അധികം പ്രകടിപ്പിക്കാത്ത ഒരു പ്ലെയറിന് 60 മില്യൺ കിട്ടുന്നു. ബാർസക്ക് ഫ്രാങ്കി ഡിയോങ്ങിന് പണിയെങ്ങാനും ഇഞ്ചുറി എങ്ങാനും സിവിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് റീപ്ലേസ്മെന്റ്. ഈ ഹോൾ സാഗയിൽ ആകെ കൂടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് റയൽ മാഡ്രിഡിനാണ്. അവരെ അഗ്രി ചെയ്ത് അവർക്ക് അത്യാവശ്യമുള്ളൊരു പ്ലെയർ അവരെ കയ്യിൽ നിന്ന് പോയി. അത് പെറസിന്റെ ഈഗോ ആവാം, അല്ല പെറസിന്റെ ഈഗോ മാത്രമായിട്ട് മാറാം. കാരണം മൊറിഞ്ഞോക്ക് അങ്ങനത്തെ പ്ലെയറിന് ആവശ്യമുണ്ട്. എനിവേസ് നോക്കാം. ഏതോ ലാലിഗ നമ്മൾ മൊറിഞ്ഞോ വന്നു, ഒരു ഫൈറ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ആ ബാർസലോണ അണ്ടർ ഫ്ലിക്ക് എങ്ങനെ ഒരു കുറച്ചുകൂടെ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ റോഡ്രി ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു മേക്ക് ദം ബെറ്റർ. സോ ലാലിഗ കാണുന്ന എല്ലാ സ്പാനിഷ് ഫാൻസിനും ഇറ്റ് വിൽ ബി ഗ്രേറ്റ് സീസൺ. റയൽ വേഴ്സസ് ബാർസ ഒരു എന്താ പറയാ ഗോയിങ് ടു ദ വയർ ആയിരിക്കും അവരുടെ സീസൺ. സിറ്റിനെ സംബന്ധിച്ചോളം
അവര് മെറസ്ക പറഞ്ഞു ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു സൈൻ പ്ലേയേഴ്സ് എന്നുള്ളത്. അപ്പൊ അതും ഇതിന് കൂടെ കൂട്ടി വായിക്കണം. എൻസോ ആണോ വരുന്നത്, ബുവാദി ആണോ വരുന്നത്, രണ്ടാളും വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ആണെന്നുണ്ടെങ്കിലും ഒരു 200 മില്യന്റെ അടുത്ത് മിനിമം വരും. സോ സിറ്റി ഫാൻസ്, വാട്ട് ഡു യു തിങ്ക്? എലിയട്ട് ആൻഡർസൺ, എൻസോ ഫെർണാണ്ടസ്, ബുവാദി 3 പേര് വന്നാൽ പോലും ഓൾ 3 ന്യൂ ടു ദ ക്ലബ്. നിങ്ങളുടെ ഈ സീസണിലെ എക്സ്പെക്ടേഷൻസ് എന്താണ്? ലെറ്റ് us know in the comments.